Python for Data Science രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് Python variables എന്താണ്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ Python variables എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് മെമ്മറി ലൊക്കേഷൻ ആണ്. അതായത് കാരണം നമ്മൾ കൊടുക്കുന്ന Python കൊടുക്കുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു reserved memory location. അപ്പോൾ ഇതാണ് വേരിയബിൾസ്. അപ്പം നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഡിസ്റ്റൻസ് ഈക്വൽസ് 13 കൊടുത്തു. അതുപോലെ തന്നെ സ്പീഡ് ഈക്വൽസ് ടു 10 കൊടുത്തു. ടൈം ഈക്വൽ ടു ഞാൻ distance divided by speed. പിന്നെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഡിസ്റ്റൻസ് ഈക്വൽ ടു 30. അതായത് 30 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിസ്റ്റൻസ് എന്ന വേരിയബിൾ. ആ രീതിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് നോക്കാം. സ്പീഡ് എന്ന വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂ ആണ് ഈ 10. ഇനി തേർഡ് നോക്കിയാൽ നമ്മൾ ആദ്യം ഡിസ്റ്റൻസിൻ്റെ അകത്ത് 30 വാല്യൂ കൊടുത്തു, സ്പീഡിൻ്റെ അകത്ത് 10 വാല്യൂ കൊടുത്തു. അപ്പോൾ നമുക്ക് ടൈം ഈക്വൽ ടു എനിക്ക് ഇവിടെ 30 ഡിവൈഡ് ബൈ 10 എന്ന് കൊടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി ഡിസ്റ്റൻസ് എന്ന വേരിയബിളിലേക്ക് 30 ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് 10 എന്ന വാല്യൂ ഞാൻ സ്പീഡിലേക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇത് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഞാനിത് റൺ ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ ഉത്തരം പ്രിന്റ് ചെയ്ത് വരണം എങ്കിൽ എനിക്ക് പ്രിന്റ് എന്ന കമാൻഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്രിന്റ് എനിക്ക് എന്താണോ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് വരേണ്ടത് അത് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുക. എനിക്കിവിടെ വരേണ്ടതെന്ന് വെച്ചാൽ ടൈം എന്ന വേരിയബിളാണ്. അപ്പോൾ ഞാൻ പ്രിന്റ് ബ്രാക്കറ്റിൽ ടൈം എന്ന് കൊടുത്താൽ എനിക്കതിൻ്റെ ഉത്തരം കിട്ടും 30 ഡിവൈഡ് ബൈ 10, അതായത് 3. അപ്പം നമുക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷനാണ്. ഇനി നമ്മൾ വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഒരിക്കലും വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്പേഴ്സ് യൂസ് ചെയ്ത് വേരിയബിൾസ് തുടങ്ങാൻ പാടില്ല. അതായത് 2 ഈക്വൽ ടു നമുക്ക് എന്ത് വാല്യൂ കൊടുത്താലും നമുക്ക് എറർ വരും. 2 ഈക്വൽ ടു 23 കാണുമ്പോൾ അല്ലെങ്കിൽ തെറ്റാണ്. അപ്പം റൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഇതുപോലെ എറർ വരും. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് ഈ അറ്റ്, എക്സ്ക്ലമേറ്ററി മാർക്ക്, ഡോളർ സിമ്പിൾ, പെർസെൻറ്റേജ് സിമ്പിൾ, അതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേരിയബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിത് REG ഈക്വൽ ടു 30 റൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എറർ വരും. ഇനി അടുത്ത കാര്യം, നമുക്ക് ലെറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്പർ കൊടുക്കുക. അതായത് ഞാനിപ്പം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിന് കൊടുത്തു, ഡിസ് 24 ഈക്വൽ ടു, ഇപ്പോൾ ഡിസ് 24 എന്ന് പറഞ്ഞാൽ എൻ്റെ വേരിയബിൾ ഈക്വൽ ടു 50. ഓക്കെ, അപ്പോൾ 50 എന്ന വാല്യൂസ് ഞാൻ ഡിസ് 24. നേരത്തെ ഞാൻ പറഞ്ഞു നമ്പേഴ്സ് ഒരിക്കലും വേരിയബിൾസിനെ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമുക്ക് റൺ ചെയ്താൽ നമുക്ക് 50 എന്ന വാല്യൂ ഡിസ്റ്റ് 24ലേക്ക് സേവ് ആയിട്ടുണ്ട്. നമുക്കത് ഉറപ്പ് വരുത്താൻ വേണ്ടി പ്രിന്റ് ഡിസ്റ്റ് 24, ഡിസ്റ്റ് അല്ല, ഞാൻ ഡിസ് എന്ന് കൊടുത്തിട്ടുള്ളൂ, ഡിസ്റ്റ് 24. ഓക്കെ, നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടി. ഇനി അടുത്ത കാര്യം, നമുക്ക് അണ്ടർസ്ക്വയർസ് യൂസ് ചെയ്ത് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് അണ്ടർസ്ക്വയർ എ ഈക്വൽ ടു 20 ഇത് റൺ ചെയ്താൽ നമുക്കിതിന് ഔട്ട്പുട്ട് കിട്ടും. പിന്നെ വേറൊരു കാര്യം, അണ്ടർസ്ക്വയർ കഴിഞ്ഞിട്ട് നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാം. അതായത് അണ്ടർസ്ക്വയർ 35 ഈക്വൽ ടു ഞാൻ 15 കൊടുത്തു. അപ്പോൾ നമുക്ക് അണ്ടർസ്ക്വയർസ് യൂസ് ചെയ്ത് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരിക്കലും വേരിയബിൾസിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കൊരു നമ്പർ കൊടുക്കാൻ പാടില്ല,
പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഈ അറ്റ് ഹാഷ് അങ്ങനത്തെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുത്ത് നമുക്ക് ഒരിക്കലും ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഒരു കേസും കൂടെ ഉണ്ട്, നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഞാൻ ഡിസ് സ്പേസ് ടെൻസ് ഡിസ്റ്റൻസിന് പകരം ഞാൻ ഡിസ്റ്റൻസ് ഇട്ടു, സ്പേസിൻ്റെ ടെൻസ് ഈക്വൽ ടു 40. ഇത് ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത് വരും. അതായത് നമ്മൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് വരാൻ പാടില്ല. നമുക്ക് സ്പേസിന് പകരം പക്ഷെ നമുക്കൊരു അണ്ടർസ്കോർ കൊടുക്കാം. അപ്പോൾ ഡിസ് അണ്ടർസ്കോർ ടെൻസ്. ഈ രീതിയിൽ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പൈത്തൺ കോഡ് റൺ ആവും. 40 എന്ന വാല്യൂ ഡിസ് അണ്ടർസ്കോർ ടെൻസിലേക്ക് സേവ് ആവും. അപ്പം ഇതാണ് വേരിയബിൾസ്, പൈത്തൺ വേരിയബിൾ എന്ന് പറയുന്നത് റിസർവ്ഡ് മെമ്മറി ലൊക്കേഷൻ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പൈത്തൺ ഡാറ്റ ടൈപ്സ് പഠിക്കും. അപ്പോൾ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.